എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടമാണ്. ഞാൻ അതിൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ഫോളോ യുവർ പാഷൻ. കേൾക്കാൻ വളരെ രസമുള്ള കാര്യമാണ്. പക്ഷേ പാഷൻ മാത്രം നോക്കി കരിയർ സെലക്ട് ചെയ്താൽ പലരും നിരാശരാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കരിയർ ആക്കാനാവില്ല. അതുപോലെ തന്നെ തിരിച്ചും ആദ്യം ഇഷ്ടമില്ലാതിരുന്ന പല മേഖലയിൽ നിന്നും പിന്നീട് വിജയവും സന്തോഷവും കണ്ടെത്തുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം, ശരിയായ കരിയർ തിരഞ്ഞെടുക്കാൻ എന്താണ് നോക്കേണ്ടത്? വിജയകരമായ ഒരു കരിയർ ഒരു കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുടെ ഒരു സമന്വയമാണ് ഒരു വിജയകരമായ കരിയർ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഒന്നാമതായി വേണ്ടത് പാഷൻ തന്നെയാണ്. അതായത് ചെയ്യാനുള്ള ഇഷ്ടം. അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിൽ ചെലവഴിക്കാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകില്ല. പക്ഷേ പാഷൻ ഒന്നുകൊണ്ട് മാത്രം വിജയിക്കാനാകുമെന്ന് ഉറപ്പിക്കാനാവില്ല. രണ്ടാമതായി വരുന്നത് ആപ്റ്റിറ്റ്യൂഡ്. ചില കാര്യങ്ങൾ നമ്മൾ വളരെ വേഗം പഠിക്കും. ചിലർക്ക് ആളുകളുമായി സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. ചിലർക്കാണെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ശക്തമാണ്. ചിലർക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ട്. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ്. സൈക്കോമെട്രിക് അസസ്മെന്റ് പോലെയുള്ള സ്വാഭാവിക ടെസ്റ്റുകളിൽ ഇതുപോലുള്ള കഴിവുകൾ കണ്ടെത്താൻ സഹായിക്കും. മൂന്നാമതായി വരുന്നത് സ്കിൽ. സ്കിൽ എന്നത് ജന്മനാ കിട്ടുന്നത് ആയിക്കൊള്ളണമെന്നില്ല. അത് പരിശീലനത്തിലൂടെ ആർജിച്ചെടുക്കേണ്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, കോഡിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ലീഡർഷിപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവയെല്ലാം പഠിക്കാവുന്ന സ്കില്ലുകളാണ്. ഒരു വ്യക്തിക്ക് ടാലന്റ് ഉണ്ടെങ്കിലും സ്കില്ലുകൾ വികസിപ്പിച്ചില്ലെങ്കിൽ പലപ്പോഴും വളർച്ച പരിമിതമായിരിക്കും. നാലാമതായി വരുന്നത് വാല്യൂസ്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരേ മുൻഗണന ആയിരിക്കില്ല. ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ജോലിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പരമപ്രധാനമാണ്. ചിലർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആണ് ജീവിതത്തിന്റെ വാല്യൂസ് എങ്കിൽ മറ്റു ചിലർക്ക് ഇന്നോവേഷൻസ് ആയിരിക്കും. നിങ്ങളുടെ കരിയർ നിങ്ങളുടെ വാല്യൂവുമായി കൃത്യമായി പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമാണ് അതിലൂടെ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമതായി വരുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ്. അതായത് ഭാവിയിലെ ജോലി സാധ്യതയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് കഴിവും ഉണ്ടായിരിക്കാം, പാഷനും ഉണ്ടായിരിക്കാം. പക്ഷേ ഭാവിയിൽ ആ മേഖലയ്ക്ക് അവസരമുണ്ടോ എന്ന് നമ്മൾ ബോധപൂർവം ചിന്തിച്ചിരിക്കണം. ഒരു നല്ല കരിയർ പ്ലാനിങ്ങിൽ ജോബ് മാർക്കറ്റ്, ടെക്നോളജി, IT, ഗ്ലോബൽ ട്രെൻഡ്സ് എന്നിവയും പരിഗണിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ പരമപ്രധാനമായിട്ടുള്ളതാണ് ഭാവിയിലെ ആ മേഖലയുടെ മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത്. പാഷൻ, ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ഇവയുടെ ഒരു സമന്വയമായിരിക്കണം കരിയർ ഫിറ്റായിട്ട് വരേണ്ടത്. ഇതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ദീർഘകാല വിജയത്തിനുള്ള അടിത്തറ. ഒരു മരത്തിന്റെ കാര്യം ഉദാഹരണമായി പറഞ്ഞാൽ മരത്തിന് വളരാൻ വിത്ത് മാത്രം പോരാ. നല്ല മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, കൃത്യമായ വളപ്രയോഗം വേണം. എല്ലാം ഒത്തുവന്നെങ്കിൽ മാത്രമേ നല്ലൊരു മരമായി അതിന് വളരാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് കരിയറിന്റെ കാര്യവും. ഒരു പാഷൻ ഉള്ളത് കൊണ്ട് മാത്രം കരിയർ സക്സസ് ആവണമെന്നില്ല. അതിനു വേണ്ട സ്കില്ല് വേണം, വാല്യൂസ് വേണം, മാർക്കറ്റ് ഡിമാൻഡ് വേണം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പാഷനുമായി അലൈൻഡ് ആയിരിക്കണം. കൃത്യമായ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആ കാര്യത്തിൽ നമുക്ക് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വഭാവത്തിനോട് യോജിക്കുന്ന വാല്യൂസ് പ്രദാനം ചെയ്യുന്നതായിരിക്കണം. എല്ലാത്തിനുമുപരിയായി കൃത്യമായ മാർക്കറ്റ് ഡിമാൻഡും ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ഒരു കരിയർ വിജയിക്കണമെങ്കിൽ പാഷൻ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള കരിയർ ഡയറക്ഷൻ കൂടി ഉണ്ടായിരിക്കണം. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് നന്നായി ചെയ്യാൻ സാധിക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ എന്താണ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? ഭാവിയിൽ ഈ ഒരു മേഖലയ്ക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞെന്നിരിക്കും. ഈ വീഡിയോ കരിയർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഷെയർ ചെയ്തോളൂ. കാരണം കരിയർ എന്നത് ഒരു ജോബ് തിരഞ്ഞെടുക്കലല്ല, അത് ഒരു ജീവിതം തിരഞ്ഞെടുക്കലാണ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം കൃത്യമായ കരിയർ പ്ലാനിങ് എപ്പോഴാണ് തുടങ്ങേണ്ടത്. 8ാം ക്ലാസ്സിലാണോ, 10ാം ക്ലാസ്സിലാണോ, 12ാം ക്ലാസ്സിലാണോ, അതോ +2വിന് ശേഷമാണോ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്